തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്നു തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്ക സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുംഭസാരവും നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലേവ്യരുടെ പുസ്തകത്തിലൂടെയുള്ള ഈ വചന തീർത്ഥാടനം നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്നു. ലേവ്യർ 1 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന ഓരോ നിർദ്ദേശവും ദൈവവുമായുള്ള ബന്ധം പുതുക്കാനുള്ള വഴികളാണ്. ലേവ്യർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം ദൈവത്തോടുള്ള ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും അടയാളമായി ഹോമബലികളെയും സമാധാന ബലികളെയും കുറിച്ച് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പൂർണ്ണമായ ഹൃദയത്തോടെ അർപ്പിക്കുന്ന ബലി ദൈവത്തിന് പ്രീതികരമാണെന്ന് ഈ വചനഭാഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആത്മീയമായ ശൂന്യത അനുഭവിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരു കാഴ്ചയായി അർപ്പിക്കാൻ ലേവ്യർ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പകരമായി അർപ്പിക്കപ്പെടുന്ന ഈ ബലികൾ ദൈവത്തിന്റെ കരുണയിലേക്കുള്ള വാതിലുകളാണ്. സൃഷ്ടാവിനെ ആരാധിക്കാനുള്ള മനുഷ്യന്റെ സഹജമായ ദാഹത്തെ ഈ ആരാധനക്രമങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു. ലോകത്തിന്റെ വ്യർത്ഥതകളിൽ നിന്ന് വിട്ടുമാറി സ്വർഗീയ സമാധാനം നുകരാൻ ബലിയർപ്പണം അനിവാര്യമാണ്. പിതാക്കന്മാരുടെ ദർശനമനുസരിച്ച് ഈ ബലികൾ ക്രിസ്തുവിന്റെ പരമബലിയുടെ മുന്നോടിയും നിഴലുമാണ്. ലേവ്യർ 4 മുതൽ 7 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. പാപം ദൈവവുമായുള്ള ബന്ധത്തെ എപ്രകാരം തകർക്കുന്നുവെന്ന് ഈ ബലിക്രമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിയും വിശുദ്ധിയും വീണ്ടെടുക്കാൻ മനുഷ്യൻ നടത്തുന്ന ആത്മീയ പരിശ്രമത്തെ ഇവിടെ ദർശിക്കാം. ലേവ്യർ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ പാപമോചനത്തിനായി ഒഴുക്കപ്പെട്ട വഴികളാണ്. ഈ ലോകം നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾ ആത്മാവിന്റെ മുറിവുകൾ ഉണക്കില്ലെന്ന് വചനം ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മാപ്പിനായി കുതിക്കുന്ന ആത്മാവിന് ഈ വചനങ്ങൾ വലിയ പ്രത്യാശ നൽകുന്നു. തിരുസഭയുടെ പാരമ്പര്യത്തിൽ ഈ പ്രായശ്ചിത്ത ബലികൾ അനുതാപത്തിന്റെ പ്രാധാന്യതയാണ് വിരൽ ചൂണ്ടുന്നത്. ലേവ്യർ 8 മുതൽ 10 വരെയുള്ള അധ്യായഭാഗങ്ങൾ അഹറോന്റെയും പുത്രന്മാരുടെയും അഭിഷേകത്തിലൂടെ പുരോഹിത ശുശ്രൂഷയുടെ വിശുദ്ധി ഈ അധ്യായങ്ങളിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർ പുലർത്തേണ്ട അതീവ ജാഗ്രതയെക്കുറിച്ച് നാദാബിന്റെയും അബീഹുവിന്റെയും സംഭവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ലേവ്യർ 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വിശുദ്ധിയോടുള്ള ദൈവത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വെളിപ്പെടുത്തുന്നു. മനുഷ്യന്റെ നൈമിഷികമായ ആഗ്രഹങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ആരാധനാക്രമങ്ങളിൽ ദൈവത്തിന്റെ പ്രഭാവം എപ്രകാരം വെളിപ്പെടുന്നുവെന്ന് ഈ അധ്യായങ്ങൾ വിവരിക്കുന്നു. പിതാക്കന്മാരുടെ മനസ്സനുസരിച്ച് യഥാർത്ഥ പുരോഹിതനായ ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയാണിത്. ഈ അധ്യായങ്ങൾ നമ്മുടെ ആത്മീയ യാത്രയിലെ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ലേവ്യർ 11 മുതൽ 15 വരെയുള്ള അധ്യായ ഭാഗങ്ങൾ ഭക്ഷണക്രമങ്ങളെയും ശാരീരികമായ അശുദ്ധികളെയും കുറിച്ചുള്ള നിയമങ്ങൾ ആന്തരിക വിശുദ്ധിയുടെ ബാഹ്യമായ അടയാളങ്ങളാണ്. ലേവ്യർ 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് സ്വയം കാത്തു സൂക്ഷിക്കാൻ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ശുദ്ധീകരണ നിയമങ്ങൾ ദൈവത്തിന്റെ സാമീപ്യത്തിന് അയോഗ്യമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയും നൽകുന്നു. ആത്മാവിന്റെ തനിമ കാത്തു സൂക്ഷിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ ഈ നിയമങ്ങൾ പരിപോഷിപ്പിക്കുന്നു. ലേവ്യർ 12-ാം അധ്യായത്തിലെ ശുദ്ധീകരണ നിയമത്തെ
ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി സഭയുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ ശരീരവും ആത്മാവും ദൈവത്തിന്റെ ആലയമാണെന്ന ബോധ്യം ഇത് നൽകുന്നു. ലേവ്യർ 16 മുതൽ 17 വരെ പാപപരിഹാര ദിനത്തെക്കുറിച്ചും യോം കിപ്പുർ എന്നും പറയും. രക്തത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുമുള്ള അതീവ ഗൗരവമുള്ള ഭാഗമാണിത്. ലേവ്യർ 16 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ദൈവജനത്തിന്റെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയുന്ന ശുദ്ധീകരണ പ്രക്രിയയെ വിവരിക്കുന്നു. ജീവൻ രക്തത്തിലാണെന്ന വചനം ക്രിസ്തുവിന്റെ തിരുരക്തത്തിലൂടെയുള്ള നമ്മുടെ രക്ഷയെ പറ്റിയും ഓർമ്മിപ്പിക്കുന്നു. പാപഭാരത്തിൽ നിന്ന് വിമുക്തി നേടാനുള്ള ആത്മാവിന്റെ മുറവിളിക്ക് ഇവിടെ ഉത്തരം ലഭിക്കുന്നു. ഈ ലോകത്തിലെ വഴിപാടുകളെക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ രക്തം നമ്മെ നവീകരിക്കുന്നു എന്ന് തിരിച്ചറിയാം. ആട്ടിൻകുട്ടിയുടെ രക്തം പാപങ്ങൾ നീക്കുന്നു എന്ന സങ്കല്പം ആദ്യകാല സഭ ക്രിസ്തുവിന്റെ ബലിയുമായി ചേർത്ത് കണ്ടു. നിത്യജീവനിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഈ കരുണയിലൂടെയാണ്. ലേവ്യർ 18 മുതൽ 20 വരെ സാമൂഹികവും ധാർമ്മികവുമായ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള നിയമങ്ങളാണ് ലേവ്യർ 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ. ദൈവത്തെ പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന ആഹ്വാനം ഈ ഭാഗത്തിന്റെ ഹൃദയമാണ്. ലോകത്തിന്റെ അധാർമികതയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഈ വചനങ്ങൾ വിശ്വാസിയായ നിങ്ങളെയും എന്നെയും ശക്തിപ്പെടുത്തുന്നു. മനുഷ്യബന്ധങ്ങളിൽ പുലർത്തേണ്ട ദൈവികമായ ക്രമം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ആത്മീയദാഹം ശമിക്കുന്നത് ദൈവകൽപ്പനകൾ പാലിക്കുന്നതിലൂടെ മാത്രമാണ്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ ക്രിസ്തുവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. വിശുദ്ധി എന്നത് കേവലം നിയമമല്ല, മറിച്ച് ദൈവസ്നേഹത്തോടുള്ള പ്രതികരണമാണെന്ന് പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. ലേവ്യർ 21 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ പുരോഹിതന്മാരും അർപ്പകരും പാലിക്കേണ്ട ഉന്നതമായ വിശുദ്ധിയെക്കുറിച്ച് ഈ ഭാഗം സംസാരിക്കുന്നു. വൈകല്യമില്ലാത്ത കാഴ്ചകൾ സമർപ്പിക്കണം എന്ന നിബന്ധന നമ്മുടെ ഹൃദയത്തിന്റെ ആന്തരിക വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ലേവ്യർ 21 22 അധ്യായങ്ങൾ ദൈവത്തോടുള്ള ആരാധനയിൽ പുലർത്തേണ്ട അത്യുദാരതയെ ഓർമ്മിപ്പിക്കുന്നു. ലൗകികമായ തടസ്സങ്ങൾ ദൈവവിളിയിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് നാം നൽകുന്ന പ്രാധാന്യം നമ്മുടെ ആത്മീയ പക്വതയുടെ അടയാളമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപുള്ള ഒരുക്കമായി ഈ വചനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ബലിയർപ്പിക്കുന്നവനും ബലിവസ്തുവും ഒരുപോലെ വിശുദ്ധമായിരിക്കണം എന്ന സത്യം ഇവിടെ വെളിപ്പെടുന്നു. ലേവ്യർ 23 മുതൽ 25 വരെ തിരുനാളുകളെയും ശാബത്തിനെയും ജൂബിലി വർഷത്തെയും കുറിച്ചുള്ള മനോഹരമായ വിവരണമാണിത്. ദൈവത്തിന്റെ വിശ്വസ്തതയെ ആഘോഷിക്കാനും ദരിദ്രരോട് കരുണ കാണിക്കാനും ഈ കാലഘട്ടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ലേവ്യർ 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നതിന്റെയും വിശ്രമിക്കുന്നതിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആത്മീയമായ ഉന്മേഷം നൽകുന്ന ഈ തിരുനാളുകൾ ദൈവസാമീപ്യത്തിന്റെ ഉത്സവങ്ങളാണ്. ലോകത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ ദൈവത്തിനായി സമയം മാറ്റിവെക്കാൻ ഈ വചനഭാഗം നമ്മെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം വിളിക്കുന്നു. പിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ ജൂബിലി വർഷം ക്രിസ്തു നൽകുന്ന പാപമോചനത്തിന്റെ പ്രതീകമാണ്. ഓരോ വിശ്രമദിനവും നിത്യമായ സ്വർഗീയ വിശ്രമത്തെ മുൻകൂട്ടി കാണിച്ചു തരുന്നു. ലേവ്യർ 26 27 അധ്യായങ്ങൾ അനുസരണത്തിന്റെ അനുഗ്രഹങ്ങളെയും ലംഘനത്തിന്റെ ശിക്ഷകളെയും കുറിച്ച് ഈ അധ്യായങ്ങൾ ആഴത്തിൽ പ്രതിപാദിക്കുന്നു. ലേവ്യർ 26 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ നിത്യതയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നു. പൂർണ്ണഹൃദയത്തോടെയുള്ള സമർപ്പണവും നേർച്ചകളും ദൈവവുമായുള്ള നമ്മുടെ കവനന്റിനെ ബലപ്പെടുത്തുന്നു, ഉടമ്പടിയെ ശക്തിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവന് ലോകത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട്. സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുന്നു. നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ലേവ്യരുടെ പുസ്തകം ഒരു ശക്തമായ അടിത്തറയാണ്. ദൈവത്തിന്റെ ശിക്ഷകൾ പോലും മനുഷ്യനെ തിരികെ കൊണ്ടുവരാനുള്ള സ്നേഹത്തിന്റെ വഴികളാണെന്ന്, തന്റെ മക്കളെ തിരികെ കൊണ്ടുവരാനുള്ള വഴികളാണെന്ന് സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നു. മനുഷ്യർ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ അസ്വാസ്ഥ്യങ്ങൾക്കും പിന്നിൽ
ദൈവത്തിനായുള്ള ആത്മീയ ദാഹമാണുള്ളത്. ലേവ്യരുടെ പുസ്തകത്തിലെ നിയമങ്ങൾ കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയിൽ പങ്കുചേരാനുള്ള ആത്മാവിന്റെ ദാഹത്തിനുള്ള മറുപടിയാണ്. ലോകം വാഗ്ദാനം ചെയ്യുന്ന മായകളിൽ ആശ്വാസം തേടുന്ന ആത്മാവിന് വചനം നൽകുന്ന ശാശ്വത സമാധാനം അനുഭവിക്കാൻ ഈ പഠനധ്യാനം സഹായിക്കും. ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു എന്ന സങ്കീർത്തകന്റെ വികാരം ലേവ്യർ പുസ്തകം ഓരോ നിയമത്തിലൂടെയും പൂർത്തീകരിക്കുന്നു. ലേവ്യരുടെ പുസ്തകത്തിലെ ശുദ്ധീകരണ കർമ്മങ്ങൾ നമ്മെ വിരൽ ചൂണ്ടുന്നത് പാപസങ്കീർത്തനം അഥവാ കുമ്പസാരം എന്ന മനോഹരമായ കുദാശയിലേക്കാണ്. ബലികളിലൂടെ ദൈവം നൽകുന്ന പ്രായശ്ചിത്തം ഇന്ന് കുമ്പസാരക്കൂട്ടിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. പഴയ നിയമത്തിലെ മന്നായും സമാധാന ബലികളും വിശുദ്ധ കുർബാനയുടെ മുൻകുറികളാണ്. ലേവ്യർ പുസ്തകത്തിലെ വിശുദ്ധി നിയമങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമായ ഒരുക്കത്തോടെ അൾത്താരയെ സമീപിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂദാശകളിലൂടെ ഒഴുകുന്ന ദൈവകൃപ നമ്മുടെ ആത്മാവിനെ നിത്യജീവന് യോഗ്യമാക്കുന്നു. നിത്യതയിലേക്കുള്ള നോട്ടം. നമ്മൾ ഈ ഭൂമിയിൽ തീർത്ഥാടകരാണ്. സ്വർഗീയ നഗരമാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗമാണ് നമ്മുടെ ഫൈനൽ ഗോൾ. ലേവ്യരുടെ പുസ്തകത്തിലെ വിധികൾ അന്ത്യവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പരിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനം നമ്മുടെ വഴികാട്ടിയും ആത്മീയ ഭൂപടവുമാണ് സഹോദരങ്ങളെ. അത് നമ്മെ വഴി പിഴയ്ക്കാതെ നിത്യതയിലേക്ക് എത്തിക്കുന്നു. ഓരോ ദിവസത്തെ വായനയും നമ്മുടെ ആത്മീയ യാത്രയെ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. ഈ വചനഭാഗങ്ങൾ, ഇന്ന് കേട്ട വചനഭാഗങ്ങൾ POC ബൈബിളിൽ നിന്ന് നേരിട്ട് വായിക്കുന്നത് വചനത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവത്തിരുമനസ്സിന്റെ നാമത്തിൽ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്നേഹസ്വരൂപനായ തമ്പുരാനെ, അവിടുത്തെ വാക്കുകൾ അമൃതമായി ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യണമേ. അവിടുത്തെ വലിയ കരുണയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വചനധ്യാനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ആമേൻ.